നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആശങ്ക അറിയിച്ച സാഹചര്യത്തിൽ കെ.ബി. പ്രദീപ് ഈ സ്ഥാനത്ത് നിന്നും തെറിച്ചിരിക്കുകയാണ്. കെ.ബി. പ്രദീപിന്റെ നിയമനത്തിലായിരുന്നു കേസ് അന്വേഷിക്കുന്ന SITയുടെ ആശങ്ക ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കെ.ബി. പ്രദീപ് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ തന്നെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചാൽ പ്രതികൾക്ക് വിവരങ്ങൾ ചോരുമെന്ന ആശങ്കയാണ് SIT വ്യക്തമാക്കിയത്. നിർണായക രേഖകൾ കൈമാറുന്നതിലും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടെന്ന് SIT വ്യക്തമാക്കിയിരുന്നു. സർക്കാരിനോട് ആശങ്ക പങ്കുവയ്ക്കുന്നതിൽ SITക്ക് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കെ.ബി. പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചതിന്റെ ഉത്തരവ് പുറത്തുവന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് കെ.ബി. പ്രദീപ് ആയിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ദേവസ്വം ബെഞ്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലായിരുന്നു പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായത്. അന്വേഷണത്തിന് SIT നിയോഗിച്ചതോടെ ഹർജിയിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അഭിഭാഷകനെയും ഹൈക്കോടതി ഒഴിവാക്കിയിരുന്നു. SITയുടെ രേഖകൾ സ്മാർട്ട് ക്രിയേഷൻസിനും അഭിഭാഷകനും കിട്ടാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നാലെ ദേവസ്വം വകുപ്പിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരെ മാത്രം ഉൾപ്പെടുത്തി പുതിയ ഹർജി ദേവസ്വം ബെഞ്ച് ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. ഈ നിലയിൽ രേഖകൾ ലഭ്യമാക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി വിലക്കിയ അഭിഭാഷകനെയാണ് സർക്കാർ പ്രത്യേക പരിഗണന നൽകി ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത്. ഇത് വലിയ വിവാദമായി. എന്തായാലും തീരുമാനങ്ങൾ തിരുത്തിയിരിക്കുകയാണ് സർക്കാർ. നിയമനത്തോടെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട SIT രേഖകൾ കിട്ടാൻ സ്പെഷ്യൽ GP ആയ കെ.ബി. പ്രദീപിന് മുന്നിൽ വലിയ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകില്ല. സ്മൂത്തായിട്ട് അത്തരത്തിലുള്ള രേഖകൾ കിട്ടാൻ എളുപ്പമായിരുന്നു. എന്തായാലും ആ സാഹചര്യം നിലവിൽ തടയപ്പെട്ടിരിക്കുന്നു. എതിർപ്പുകളുടെയും പ്രതിഷേധങ്ങളുടെയും ഭാഗമായി സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ സ്മാർട്ട് ക്രിയേഷൻസിനെ പരസ്യമായി ന്യായീകരിച്ച അഭിഭാഷകനെ തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി നിയോഗിക്കുമ്പോൾ താല്പര്യങ്ങളിലെ വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ട് എന്നത് ഏറ്റവും പ്രകടമായി കാണാമായിരുന്നു. 2019 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാനായി ശരിയായ സാങ്കേതിക വിദ്യ അല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചതെന്ന് നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിച്ച കോടതി വ്യക്തമാക്കിയ കാര്യമാണ്. 2019 പാളിയിൽ നിന്നും സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നില്ല. പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നതാകട്ടെ ചെമ്പുപാളിയും. 474 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നും കോടതി കേസ് പരിഗണിക്കവേ പറഞ്ഞിരുന്നു. ഈ നിലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ സംശയമുന്നയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ തന്നെ പ്രത്യേക പദവി നൽകി ദേവസ്വം ബോർഡ് നിയമിച്ചതിലാണ് നിഗൂഢത നിറഞ്ഞത്. എന്തായാലും പ്രതിഷേധങ്ങളൊക്കെ ഫലം കണ്ടിരിക്കുകയാണ്. പ്രദീപ് രാജിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കെ.ബി. പ്രദീപ് രാജിവെച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്കൂട്ടിലുള്ള ചെന്നൈയിലെ സ്വർണ്ണപൂശൽ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ കെ.ബി. പ്രദീപിനെ തന്നെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം പോലും ഇപ്പോഴും ഉത്തരം കിട്ടാൻ നിൽക്കുകയാണ്. എന്തായാലും നിയമനം നടത്തുന്നവരൊക്കെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുകയാണ്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക അനുവദിച്ചാണ് പ്രദീപിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ബന്ധു നിയമന വിവാദത്തിന്റെ പേരിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്പെഷ്യൽ പ്ലീഡർ നിയമനവും സർക്കാരിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആ സ്ഥാനവും രാജിവെച്ച് പോകേണ്ടി വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തുള്ള സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത് കേസ് അട്ടിമറിക്കാനെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. സാധാരണ സീനിയർ ഗവൺമെന്റ് പ്ലീഡറാണ് ദേവസ്വം വകുപ്പിനുള്ളത്. ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണ കേസുകളുടെ നടത്തിപ്പിന് കുറച്ചുകൂടി ഫലപ്രദമായ സംവിധാനം വേണമെന്ന് ദേവസ്വം വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക അനുവദിച്ച് പ്രദീപിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ശബരിമല മേൽശാന്തി കേസിലെ അമിക്കസ് ക്യൂറിയായും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അഡ്വക്കേറ്റ് കമ്മീഷണറായും സേവനം അനുഷ്ഠിച്ചു ഈ വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഭണ്ഡാരിയുടെ ജാമ്യ ഹർജികൾ അടക്കം ഹാജരായതും പ്രദീപായിരുന്നു എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി കെ.ബി. പ്രദീപിനെ നിയമിച്ചത് വിശ്വാസികൾക്കിടയിൽ സംശയത്തിനിടയാക്കിയെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടതെന്നുമാണ് ദേവസ്വം മന്ത്രി കെ. മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. പ്രശസ്തനായ ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്. എന്നാൽ വിവാദമായപ്പോൾ വിശ്വാസികൾക്കിടയിൽ അത് കനത്ത
പ്രയാസമുണ്ടാക്കുകയുണ്ടായി. UDF സർക്കാർ വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വക്കീലിനെ വച്ചതോടെ ആ പ്രതീക്ഷ അസ്ഥാനത്തായി എന്നതടക്കമുള്ള പരാതി നിരവധി പേർ മന്ത്രിയെ വിളിച്ച് ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി. ഈ പരാതികളുടെ അത്തരത്തിൽ ഒരുപാട് പേർ ആശങ്ക അറിയിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിസഭയാണ് നിയമനം നടത്തിയത്. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആരെയും ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്താനില്ല. സദുദ്ദേശത്തോടെ നടത്തിയ നിയമനത്തിൽ വിശ്വാസികൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നടപടിയെടുത്തതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്താണെന്ന് നോക്കാം. വളരെ വിചിത്രമായ സംഭവമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണഗതിയിൽ സർക്കാർ ഉണ്ടെങ്കിൽ വകുപ്പ് മന്ത്രിമാരാണ് ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. എന്നാൽ വിചിത്രമായ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്ന് കേട്ടത്. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെ നടക്കും? ഒരു പ്രതി, സാധാരണ പ്രതിയല്ല, കുറ്റാരോപിതനായ സ്ഥാപനത്തിനും വേണ്ടി ഹാജരായ ആളെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നുവെന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ കള്ളന് ചൂട്ടുപിടിക്കലായിരുന്നു. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ ആ പ്രശ്നവും സർക്കാർ തടിയൂരിയിരിക്കുന്നു ആ പ്രശ്നത്തിൽ നിന്നും. അതേസമയം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ R. മുരുകൻ സെൽവൻ. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിൽ ആശങ്കയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയിട്ടും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുന്നതിനും തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങളും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജം പോലുള്ള അംഗീകൃത അയ്യപ്പ സംഘടനകൾക്ക് ദേവസ്വം ബോർഡിന്റെ നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ഭക്തർക്ക് സേവനം നൽകാൻ അനുവാദം നൽകണമെന്നും R. മുരുകൻ സെൽവൻ ആവശ്യപ്പെട്ടു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വാണിജ്യവൽക്കരണത്തിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ശബരിമലയെ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ലാതെ മറിച്ചൊരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കാണേണ്ടതുണ്ട്. സാധാരണ ഭക്തന്മാരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന നയങ്ങൾ വേണം. ശബരിമല അയ്യപ്പ സേവാ സമാജം, ഭൂതനാഥ ട്രസ്റ്റ്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തുടങ്ങിയ അംഗീകൃത സംഘടനകൾക്ക് സന്നിധാനത്തും ദേവസ്വം ബോർഡുകൾ നിയന്ത്രിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളിലും അന്നദാനം നൽകുന്നതടക്കമുള്ള സേവന പ്രവർത്തനങ്ങളുടെ നീണ്ട ചരിത്രമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.